രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ടതില്ല എന്ന അവസ്ഥയായി ഇപ്പോൾ കേരളത്തിൽ. ഏറെക്കാലമായി ഈ വിഷയം കേരളത്തിൽ കത്തി നിൽക്കുന്നു. പക്ഷേ പരാതിക്കാരി എവിടെ എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെയും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരുടെയും ചോദ്യം. പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തു പറഞ്ഞാണ് നിൽക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം പോട്ടെ, രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ഇതുണ്ടാക്കുന്ന തിരിച്ചടി എത്രത്തോളം വലുതാണ് എന്ന് ഏറ്റവും ചുരുങ്ങിയത് വി.ഡി. സതീശനെങ്കിലും അറിയാം. അത് മുൻകൂട്ടി കണ്ടാണ് അദ്ദേഹം വളരെ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമെന്ന് വാശി പിടിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം നടന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലായിരിക്കെ കോൺഗ്രസിൻ്റെ, UDFൻ്റെ, മുസ്ലിം ലീഗിൻ്റെ ഒക്കെ പ്രചാരണ പരിപാടികളിൽ സജീവമാവുകയും പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും അങ്ങനെ തനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് ആളുകളെ തോന്നിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നാടൊന്നാകെ കറങ്ങി നടപ്പായിരുന്നു. പക്ഷേ അതിനിടെയാണ് ആ പെൺകുട്ടി താൻ നേരിട്ട പീഡനത്തിൽ പരാതി നൽകുന്നത്. മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് പരാതി നൽകിയത്. അത് പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ കൈമാറുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അജിംസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പറയുക, അപ്പോൾ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിന്, കോൺഗ്രസ് അല്ല എല്ലാവരും തെരഞ്ഞെടുപ്പിന് നേരിടുന്ന സമയത്താണ്. ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിന് ആരോപിക്കാം, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരമൊരു നീക്കമുണ്ടായത് എന്ന് ആരോപിക്കാം. പക്ഷേ ആ ആരോപണം നിലനിൽക്കെ തന്നെ ഈ പരാതിയിൽ കഴമ്പുണ്ടല്ലോ. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിന് എന്തൊരു മോശം മെസ്സേജാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷാ നിയമങ്ങളുടെ ഒരു പ്രത്യേകത, അത് ഇരയോട് കൂടുതൽ അനുഭവമുള്ള ഒരു നിയമങ്ങളാണ്. ഇപ്പോൾ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു, ആ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു ക്രൈം, ഒരു റേപ്പ് അല്ലെങ്കിൽ പീഡനം അങ്ങനെയുള്ള ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഇരയെ സഹായിക്കുന്ന പ്രൊവിഷൻസാണ് ആ നിയമത്തിൽ കൂടുതലുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീ എന്ന് പറയുന്ന സമൂഹത്തിലെ ഏറ്റവും ഒരു വീക്കർ ജെൻഡർ ആയതുകൊണ്ട്, നമ്മുടെ സൊസൈറ്റൽ സിസ്റ്റത്തിൽ അങ്ങനെ ആയതുകൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്കെതിരായിട്ടുള്ള ക്രൈമിലും നിയമം ഇരകൾക്കൊപ്പമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എന്ന് പറയുന്നത് ഊഹാപോഹങ്ങളാണ്. ചില ചാറ്റുകൾ, ചില ശബ്ദരേഖകളൊക്കെ പുറത്തു വരുന്നു. ആളുകൾ ആരോപിക്കുന്നു രാഹുൽ ഒരു വ്യൂമണൈസറാണ്, രാഹുൽ സ്ത്രീകളെ പുറകടന്ന് ശല്യം ചെയ്യുന്ന ആളാണ്, ചാറ്റ് ചെയ്യുന്ന ആളാണ്, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആളാണ്, സ്ത്രീകളെ വല വീഴ്ത്തി പിടിച്ച് പീഡിപ്പിക്കുന്ന ആളാണെന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു കേസായിരിക്കുന്നു. കേസ് ഒരു പരാതി വന്നിരിക്കുന്നു. അപ്പോൾ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം അയാൾ സ്ത്രീകളെ ഗർഭിണിയാക്കുന്നു, ഗർഭചിത്രം നടത്തുന്നു, പല സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുന്നു, സ്ത്രീകളെ ശല്യം ചെയ്യുന്നു, സ്റ്റോക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള അലിഗേഷൻസാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു പരാതി വന്നിരിക്കുന്നത് റേപ്പാണ്. FIRൽ പറയുന്നത് FIRൽ എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അതായത് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ്. ദേഹോപദ്രവം ഏൽപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, പിന്നീട് നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി, ഗർഭിണിയായ ശേഷം തുടർച്ചയായി അത് ചെയ്തു, ഗർഭിണിയായ ശേഷം ഗർഭചിത്രത്തിന് വേണ്ടി പ്രേരിപ്പിച്ചു, നിർബന്ധപൂർവ്വം ഗർഭചിത്രം നടത്തി. അപ്പോൾ ഇതൊക്കെയാണ് BNS പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ. ഒന്ന് റേപ്പ്, പിന്നെ തുടർച്ചയായി റേപ്പ് ചെയ്യുക, മറ്റൊന്ന് ഒരു അധികാര പദവിയിൽ ഇരിക്കുന്ന ഒരാൾ റേപ്പ് ചെയ്താൽ അതിന് വേറെ സെക്ഷനാണ്. അപ്പോൾ ആ സെക്ഷൻ കൂടി FIRലുണ്ട്. അധികാരത്തിലിരുന്നു കൊണ്ട് റേപ്പ് ചെയ്യുക. മറ്റൊന്ന് ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധം ചെലുത്തി ബലം പ്രയോഗിച്ച് ഗർഭചിത്രം നടത്തി. ഇങ്ങനെയുള്ള വകുപ്പുകളാണ് അതിലുള്ളത്. അതിൽ പിന്നെ ഒരു IT ആക്ട് കൂടിയുണ്ട്. ഈ പറയുന്ന നഗ്നചിത്രം പകർത്തി എന്നുള്ളതിന് ഒരു IT ആക്ട് കൂടിയുണ്ട്. അപ്പോൾ ഇത് വളരെ സിവിയറായിട്ടുള്ള, വളരെ ഗുരുതരമായ കുറ്റമാണ് FIRൽ ചാർത്തപ്പെട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും പുള്ളി അബ്സ്കോണ്ടിങ് ആയിട്ടുള്ളത്. മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതെന്ന് കേട്ടു. പക്ഷേ FIR വെച്ചിട്ട് മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം അത്ര ഗുരുതരമായ വകുപ്പുകളാണ് അതിലുള്ളത്. ഇന്നലെയും ഇന്നുമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ സംസാരിച്ച അഭിഭാഷകൻ പറയുന്നത് ഇത് എൻ്റെ വ്യക്തിപരമായ ഇതിലല്ല, രാഹുലിന് പറയാനുള്ളതാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് FIRൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. പരാതി കൊടുത്തു, അതായത് പരാതിക്കാരി മുഖ്യമന്ത്രിയെ കണ്ട് ക്ലിഫ് ഹൗസിൽ ചെന്ന് പരാതി കൊടുത്തു. അതേക്കുറിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. ക്ലിഫ് ഹൗസ് പോലീസ് സ്റ്റേഷനാണോ എന്ന് പരിഹാസപൂർവ്വം അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ പുറത്തു വന്ന ശബ്ദരേഖകളൊന്നും വാലിഡിറ്റി ഇല്ലാത്തതാണ്. ആരുടെ ശബ്ദം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് അഭിഭാഷകൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ അഭിപ്രായമല്ല,
രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിപ്രായമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് മറ്റൊരു അഭിഭാഷകൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യം ഈ FIR-ൽ നിലനിൽക്കില്ല, ഈ FIR നിലനിൽക്കില്ല, ഇതിൽ പറയുന്ന ഒരു കുറ്റകൃത്യം നിലനിൽക്കില്ല. ഒന്ന്, അവർ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകയാണ് പരാതിക്കാരി എന്ന അഭിഭാഷകൻ പറയുന്നു. മറ്റൊന്ന്, വിവാഹിതയാണെന്ന് പറയുന്നു. ഗർഭഛിദ്രം എങ്ങനെയാണ് നടത്തുക? ഒരാൾ ഒരു ഗുളിക തന്നു കഴിഞ്ഞാൽ അവർ അത് വാങ്ങി കഴിക്കുമോ? അങ്ങനെയാണോ എല്ലാവരും ചെയ്യുക എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്. അത് രാഹുലിൻ്റെ വാദമായിട്ടാണ് ഇവർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഇപ്പം നിലവിലുള്ള FIR പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഒരു കുറ്റവാളിയാണ്, കുറ്റാരോപിതനാണ്. അപ്പോൾ ആ കുറ്റാരോപിതൻ ഇപ്പോൾ അബ്സ്കോണ്ടിങ് ആണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് നൗഫൽ ചോദിച്ചതുപോലെ ഇതൊരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇതിന് സമാനമായ ചില സെനാരിയോസ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു സോളാർ വിവാദം ഉണ്ടാകുന്നു. സോളാർ കോൺഗ്രസ്സിലൊരു മുൻനിര നേതാക്കൾക്കെതിരെ കേസെടുക്കുകയും മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തുകയും പിറ്റേന്ന് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ ഒരു ചക്രം പോലെ ഈ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ചിത്രങ്ങൾ വെച്ചിട്ട് ഒരു മുൻപേജ് മുഴുവനായി വാർത്ത പോലെ അച്ചടിച്ചു വരികയും ചെയ്തതാണ്. അപ്പോൾ എന്ന് കരുതി ഈ കേസ് ഒരു കള്ളക്കേസാണെന്നോ അല്ലെങ്കിൽ ഈ പരാതിക്കാരിയുടെ പരാതി വ്യാജമാണെന്നോ അങ്ങനെ വാദിക്കുന്നതിൽ അർത്ഥമില്ല. തെരഞ്ഞെടുപ്പാണെന്നുള്ളത് ശരിയാണ്, അതൊരു കോയിൻസിഡൻസ് ആയിരിക്കാം. പക്ഷേ ഒരു സ്ത്രീ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമം സ്ത്രീക്കൊപ്പമാണ്. താൻ തെറ്റുകാരനല്ലാന്ന് തെളിയിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പണിയാണ്. അത് അദ്ദേഹം തെളിയിക്കട്ടെ, എന്തുമാവട്ടെ. ഇവിടുത്തെ പ്രശ്നം കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ കഴിഞ്ഞൊരു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അലിഗേഷൻ പുറത്തു വന്നതിന് ശേഷമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ അറസ്റ്റ് നടക്കുന്നു. CPM-ൻ്റെ തന്നെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം അറസ്റ്റിലായിരിക്കുന്നു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലായിരിക്കുന്നു. അപ്പോൾ അതിൽ സർക്കാരിന് മനസ്സറിവുണ്ടോ, കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം മന്ത്രി മനസ്സറിവുണ്ടോ, അങ്ങനെയൊക്കെ അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയം എടുത്ത് മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കേസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ സമയത്തെക്കുറിച്ച് നൗഫൽ ചോദിക്കുമ്പോൾ അപ്പോൾ അത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ അതല്ല ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയാണോ, അങ്ങനെയുള്ള പല തരത്തിലുള്ള തിയറികളും കൊണ്ടുവരാം. എന്തായാലും ഇങ്ങനൊരു കേസ് ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർക്ക് അടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധമായിരുന്നു ശബരിമല. ആ ശബരിമല ഇപ്പോൾ ചർച്ചയിലേ ഇല്ല. ശബരിമലയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നേ ഇല്ല. ചർച്ച എന്തായുമായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിലായി മാറുന്നു. ഇതിലേക്ക് കോൺഗ്രസിന് നയിച്ച ഒരു വീഴ്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് നടപടിയെടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ അവർക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ അവർ ചെയ്യാതിരുന്നൊരു കാര്യം MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാമായിരുന്നു കോൺഗ്രസ്. അദ്ദേഹത്തിന് വേണ്ടി രാജിവെക്കാതിരിക്കാം. പക്ഷേ കോൺഗ്രസ് ഭരണഘടന അനുസരിച്ച് ഒരു എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണമെങ്കിൽ അയാളുടെ ആ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാം. അയാൾ ചെയ്യാതിരിക്കുക എന്നുള്ള മറ്റൊരു കാര്യം. അത് ചെയ്തില്ല. അത് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ എങ്ങാനും ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനൊരു പണിയാവും എന്നുള്ളതുകൊണ്ടായിരിക്കാം. മറ്റൊന്ന്, രാഹുലിനെ തൽക്കാലം മാറ്റി നിർത്തി ഇതൊക്കെ ശാന്തമായി കഴിയുമ്പോൾ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാം എന്നൊരു ഉദ്ദേശവും കോൺഗ്രസിനുണ്ടായിരുന്നിരിക്കാം. എന്തായാലും അതൊരു വൻ പാളിച്ചയായിപ്പോയി. അതിൻ്റെ ഒരു കാരണം അങ്ങനെ ഒരു നിലപാട് പാർട്ടി എടുത്തോടുകൂടി, അതായത് MLA സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടാതിരുന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും എന്താണ്, ഇതൊക്കെ ഒന്ന് ആറിത്തണുത്ത് കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു വരാമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. അതുപോലെ പൂർണ്ണമായും പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുക, ഒരു MLA എന്ന അർത്ഥത്തിൽ പൂർണ്ണമായും പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാതെ തൻ്റെ മണ്ഡലത്തിൽ സജീവമാകുന്നു. അതും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ എതിർപ്പ്, KPC നേതൃത്വത്തിൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകുന്നു. ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ മറ്റേത് കോൺഗ്രസ് നേതാക്കളെക്കാൾ കൂടുതൽ സജീവമായി സ്ഥാനാർത്ഥികൾക്ക് ഇപ്പം വോട്ട് പിടിക്കാൻ പോകുന്നു. റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ നിന്ന് റിട്ടേണിംഗ് ഓഫീസറോട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വാദിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും അതായിരിക്കാം ഈ പരാതിക്കാരി ഈ സമയത്ത് പരാതി കൊടുക്കാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നത്. കാരണം തനിക്ക് പരാതി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പരാതിയുള്ള ഒരാൾ വളരെ വിസിബിളായി പൊതുരംഗത്ത് നിൽക്കുന്നു. താൻ ഈ പ്രശ്നവും സഹിച്ച് ഈ മെൻ്റൽ ട്രോമയിൽ താൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്നാൽ പിന്നെ പരാതി കൊടുത്തു കളയുന്ന അവർ തീരുമാനിച്ചതായിരിക്കും, നമുക്കറിയില്ല. എന്തുമാവട്ടെ, അവിടെയാണ് ഈ ഒരു വീഴ്ച കോൺഗ്രസ് സംഭവിച്ചത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് ഒരു വരാതിരിക്കുകയോ ചെയ്തോട്ടെ, അത് കോൺഗ്രസ് നേരിടാമല്ലോ. അതിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായില്ല. അടുത്ത ഇലക്ഷനിൽ ആരെങ്കിലും നിർത്തിയ സീറ്റ് പിടിച്ചെടുക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ലോ കോൺഗ്രസിന് നേതൃനിരകളുള്ളത്, എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അവർ ആ ഒരു ഒത്തുതീർപ്പ്, ഒരു വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഒരു സമീപനം ആ കാര്യത്തിൽ സ്വീകരിച്ചതോടുകൂടിയാണ് രാഹുലിന് തന്നെ സ്വയം തോന്നി കാണും
പാർട്ടി എന്നോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ എന്നോടൊപ്പം ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഒരു ട്രാക്ഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്കും ആ കണ്ടന്റിനുമുള്ള ട്രാക്ഷൻ. ഒരുപക്ഷെ വി ഡി സതീശൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയാൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുശേഷം ഒരു വീഡിയോ കാണുന്നുണ്ടായിരുന്നു. അതിൽ ലൈക്കുകളും കമൻറ്റുകളും ഉണ്ടായിരുന്നു. വൻ പ്രോത്സാഹനമായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ അണികളിൽ നിന്ന്, സൈബർ അണികളിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ സപ്പോർട്ടുണ്ടായി. ഇനിയൊരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച ഔദ്യോഗികമോ ഔപചാരികമോ അല്ലാതെ തന്നെ പരാതി ഉന്നയിച്ച ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിലെ വനിതകളുണ്ടായിരുന്നു. അപ്പോൾ അവരെ തന്നെ എന്ത് ചെയ്യുന്നു, കോൺഗ്രസ് അണികൾ ആക്രമിക്കുന്നു, അവരെ ഒറ്റപ്പെടുത്തുന്നു, അവരെ കുലംകുത്തികളെന്ന് വിളിക്കുന്നു, അവരെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിക്കുന്നു. അതിനെതിരെ തന്നെ പരാതികൾ വേറെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കോൺഗ്രസ് നേതാവ്, വനിതാ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയെ പരാതി അയച്ചു എന്നതിൻ്റെ പേരിൽ തന്നെ അവരുടെ സൈബർ ഇടങ്ങളിൽ അവർ അധിക്ഷേപിക്കപ്പെടുന്നുണ്ട്. സജ്ജന ബാബു അങ്ങനെ എന്താണ് പേര്. അപ്പോൾ ഇത് നമ്മൾ കാണാതിരുന്നില്ല. പക്ഷേ അവരുടെ ശബ്ദത്തേക്കാൾ ഉറക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നവരുടെ ശബ്ദമെന്ന് നമ്മൾ കാണാണ്ടിരുന്നുകൂടാ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, അതായത് നമ്മൾ ഒരു പാർട്ടി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയത് ഒരു പരാതി ഉള്ളതുകൊണ്ടാണ്, അയാളൊരു ഒഫൻസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സംഘടനയിൽ പ്രവർത്തിക്കേണ്ട രീതിയിലല്ല അയാൾ പ്രവർത്തിച്ചത് എന്നുള്ളതുകൊണ്ടാണ് മാറ്റി നിർത്തിയതെന്ന് അണികൾക്ക് ആ സന്ദേശം കൊടുക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. മറ്റൊന്ന്, രാഹുലിന് തന്നെ ഈ സന്ദേശം കൊടുത്തു എന്നുള്ളതാണ് കോൺഗ്രസ്. നിന്നെ മാറ്റി നിർത്തുന്നത്, താങ്കളെ മാറ്റി നിർത്തുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, ഇത്ര ഗുരുതരമായ തെറ്റാണ് താങ്കൾ ചെയ്തിട്ടുള്ളത് എന്ന സന്ദേശം കൊടുത്തിരുന്നെങ്കിലും എന്ത് ചെയ്യില്ലായിരുന്നു. ഈ ഒരു താൻ പൊതുമണ്ഡലത്തിൽ വിസിബിളായിരുന്നാൽ മാത്രമേ ഇനി തനിക്ക് തിരിച്ചു വരാൻ കഴിയൂ എന്ന ബോധം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു തരത്തിലും കോൺഗ്രസ്സിന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഡിഫെൻഡ് ചെയ്യാനോ അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. കോൺഗ്രസിൻ്റെ വക്താക്കൾക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ മിണ്ടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇത് അറസ്റ്റിലായി കഴിഞ്ഞാൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അറസ്റ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരു സർക്കാരിനെതിരെ എന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും മൂടി വയ്ക്കപ്പെടുകയും രാഹുൽ മാങ്കൂട്ടം മാത്രം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവാൻ പോകുന്ന ദിവസങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപക്ഷെ അറസ്റ്റ് വൈകാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് ദിവസം തൊട്ട് മുമ്പ്, അതിന് മുമ്പൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാവുക. അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. വളരെ ഇപ്പോൾ നൗഫൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ കേസിനെ സർക്കാർ തന്നെ വളരെ സമർത്ഥമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി എഞ്ചിനീയർ ചെയ്യാനും സാധ്യതയുണ്ട്. അറസ്റ്റ് വൈകിപ്പിച്ചാൽ പോലും പ്രശ്നമാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട, കുറച്ചാൽ കഴിയട്ടെ, ഇലക്ഷൻ വരട്ടെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാഹുൽ അബ്സ്കോണ്ടിങ് ആണ്, അയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പോലീസ് അങ്ങ് തീരുമാനിച്ചാൽ കോൺഗ്രസിന് വലിയ തോതിലുള്ള പ്രതിസന്ധി അതുണ്ടാക്കും. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന് സമ്മാനിച്ച പ്രതിസന്ധി അല്ല, അത് കോൺഗ്രസ് സ്വയം തന്നെ വരുത്തി വെച്ചൊരു വിനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, ഇതിലിപ്പം കോൺഗ്രസിൻ്റെ തിരിച്ചടി, LDFൻ്റെ നേട്ടം എന്നൊക്കെ നമ്മൾ അതിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കാം. പക്ഷേ ഇവിടെ ഒരു ഇരയുണ്ട്. ആ ഇര എന്ന് പറയുന്നത് അവരുടെ ഓഡിയോ അവരുടേതാണെങ്കിൽ ഇയാൾ എത്രത്തോളം ഹാബിച്വൽ ഒഫൻഡറാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവല്ല, ഒരു സാധാരണക്കാരൻ, ആരും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അയാൾ ചെയ്തതായി നമുക്ക് മനസ്സിലാകുന്നത്. ആ പരാതിയിലും അത്തരം കാര്യങ്ങളാണ് പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു കൾച്ചർ അത് പൊളിറ്റിക്സിലേക്ക് വരുന്നു, സിനിമകൾ കാണുന്നു, മറ്റു ഫീൽഡിലൊക്കെ അതുപോലെ കാണുന്നു. പക്ഷേ ഈ കൾച്ചർ ഇല്ലാതാക്കാൻ ഇവരൊക്കെ തന്നെയല്ലേ ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ചും ഇപ്പോൾ കോൺഗ്രസ് പാലക്കാട് ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നു. അദ്ദേഹം നമുക്ക് നൽകിയ ബൈറ്റിൽ അദ്ദേഹം പറയുന്നത്, എന്നെ ഇവർ വിളിച്ചതുകൊണ്ടാണ് ഞാൻ ചെല്ലുന്നതാണ്, സ്ഥാനാർത്ഥികൾ എന്നെ വിളിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രത്തോളം മണ്ടന്മാരാണോ ഈ രാഷ്ട്രീയ നേതാക്കൾ എന്നൊക്കെ തോന്നിപ്പോകുന്നില്ലേ? അല്ല, ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് CPM ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ UDFൻ്റെ സാധ്യതകളെ തകർക്കാനും സ്വർണ്ണക്കൊള്ള പോലെയുള്ള സംഗതികളെല്ലാം ഡൗൺ പ്ലേ ചെയ്യാനും വേണ്ടി ആസൂത്രിതമായി പരാതിക്കാരിയെ കൊണ്ടുവരുന്നു എന്നാണ്. ഒരു നിലയ്ക്കും അങ്ങനെ വിചാരിക്കാൻ ഒരു ന്യായവുമില്ല. കാരണം എന്താണ്, ഈ സംഭവത്തിൻ്റെ മുഴുവൻ ഉത്തരവാദി, 2 ഉത്തരവാദികൾ ഇതിനുള്ളൂ. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്, 2 കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിലെ മുതിർന്ന നേതാവും MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുണ്ട്, ഇത് അയാൾ ചോദിച്ചു വാങ്ങിയ അടിയാണ്, അയാൾ നിരന്തരമായി ഇരയെ പ്രകോപിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നു മാത്രവുമല്ല, ഞാൻ പാർട്ടിയേക്കാൾ വലിയ ആളാണ്, പാർട്ടി എന്നെ പുറത്താക്കിയാലും അതേ പാർട്ടി അണികളുടെയും സിമ്പതൈസേഴ്സിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ പിന്തുണയിൽ ഞാൻ പാർട്ടിയെ വെല്ലുവിളിച്ച് നിൽക്കുമെന്ന് സ്ഥാപിക്കാൻ അയാൾ ശ്രമിച്ചു. മാധ്യമങ്ങളെ നിരന്തരമായി പ്രകോപിപ്പിച്ചു, വ്യക്തതയില്ലാത്ത ഉത്തരങ്ങൾ കൊണ്ടും അവരെ ആക്ഷേപിച്ചുകൊണ്ടും. അങ്ങനെയാണ് അയാൾ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കും പറയുന്നുണ്ട്. അതിലാണ് വ്യക്തതയുള്ളത്. കാരണം എന്താണ്, ഇത് ഏതെങ്കിലും ഒരാൾ മുൻപത്തെ പല വിവാദങ്ങളെയും പോലെ ആരോപണവുമായിട്ട് ഒരാളുടെ ഒരു പാർട്ടിയുടെ പിന്നാലെ കൂടിയിരിക്കുന്ന സംഭവമല്ല. മറിച്ച് എന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിലും ഈ സ്ത്രീയുമായി, ഈ യുവതിയുമായി ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. അത് വസ്തുതയാണ്. ആ റിലേഷൻഷിപ്പിനെ അവർ സീരിയസ് ആയി എടുത്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ എങ്ങനെ എടുത്തെന്നറിയില്ല. അവർ വളരെ സീരിയസ് ആയി എടുത്തുകൊണ്ടാണ് ഇക്കാലം അത്രയും അവർ പരാതിയുമായി മുന്നോട്ട് പോകാതിരുന്നത്. പരാതിയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന സന്ദർഭം എന്താണ്,
അവരുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉയർന്നു വരുന്ന ഘട്ടത്തിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ധിക്കാരപരമായ പ്രതികരണമാണ് അതിനോട് നടത്തിയത്. എന്നു മാത്രമല്ല, അതിൻ്റെ ചുവട് പിടിച്ച് ഈ യുവതി എന്ന് പറയുന്ന ആൾ വെറും വൃത്തികെട്ട ഒരു സ്ത്രീയാണെന്നും അഭിസാരികയാണെന്നും CPM-ൻ്റെ കൊട്ടേഷൻ എടുത്ത് വന്നിരിക്കുന്ന വെറും വൃത്തികെട്ട ഒരു സ്ത്രീയാണെന്ന മട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സപ്പോർട്ടേഴ്സായ ആളുകൾ വലിയ പ്രചരണം നടത്തി. TV ഡിബേറ്റുകൾ വരുന്ന രാഹുലിൻ്റെ സപ്പോർട്ടർ മുതൽ ഫേസ്ബുക്കിൽ മുഖം മറച്ചു വെച്ച് കമൻ്റ് അടിക്കുന്ന ആളുകൾ വരെ ഈ സ്ത്രീയെ അപമാനിക്കാനുള്ള കൊട്ടേഷൻ എടുത്ത് രംഗത്തിറങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഡോഗ് വിസിൽ അടിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് ആ സ്ത്രീ ചെയ്യേണ്ടിയിരുന്നത്? അത് സഹിച്ചവിടെ ഇരിക്കണമായിരുന്നു. അവരെ പരമാവധിയിൽ പ്രകോപിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്തത്. ഏറ്റവും അവസാനം പുറത്തു വന്നവരുടെ ചാറ്റും ഓഡിയോയും പോലും അദ്ദേഹം അങ്ങേയറ്റം പുച്ഛത്തോടെ തള്ളിക്കളയുകയാണ് ചെയ്തത്. എനിക്ക് വ്യക്തത വരുത്താൻ സൗകര്യമില്ല എന്ന മട്ടിൽ. എന്നിട്ട് അദ്ദേഹം ആളുകൾക്കിടയിൽ നിൽക്കുന്നു, പുതിയ പുതിയ പരിപാടികളിൽ അതിഥിയായി വരുന്നു, പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു. സിനിമയിൽ നിന്നുള്ള സൗഹൃദമുള്ള ആൾക്കാരുടെ കൂടെ തന്നെ അദ്ദേഹം പലയിടത്ത് അപ്പിയർ ചെയ്യുന്നു. ഒരു പ്രശ്നവുമില്ല. മറ്റേടത്ത ആൾ നിരന്തരമായി ഇദ്ദേഹം തന്നെ ഡീൽ ചെയ്യുമായിരിക്കും. ഡീൽ ചെയ്യുക മീൻസ് തൻ്റെ ഇമോഷൻസിനെ അദ്ദേഹം പരിഗണിക്കുമായിരിക്കും, തനിക്കുണ്ടായ വിഷമത്തെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. അദ്ദേഹം അത് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വെട്ടുകിളിക്കൂട്ടത്തിന് ഈ സ്ത്രീയെ ആക്ഷേപിക്കാനുള്ള സൗകര്യം അദ്ദേഹം നിരന്തരമായി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഫൈനലി അവർ പരാതി കൊടുത്തു. അതല്ലേ കാണുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർ വന്നിരിക്കുന്നു, അവർ വിവാഹിതയായിട്ടുള്ള സ്ത്രീയാണ്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പോലും പറഞ്ഞു കേട്ടു, അവർ വിവാഹിതയായ സ്ത്രീയാണ്. വിവാഹിതയായ സ്ത്രീ വേറൊരാളുമായി ഉണ്ടാക്കിയ ബന്ധം അവിഹിത ബന്ധമല്ലേ, അതിനെ നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ വിളിച്ചു വരണമെന്നൊന്നും. വിവാഹിതയായ ആൾക്കാർ ബന്ധം ഉണ്ടാക്കാറുണ്ട്, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടവരാണ്. വിവാഹിതയായ ആൾക്കാർ ബന്ധം ഉണ്ടാക്കാറുണ്ട്. ഇദ്ദേഹം ഈ സ്ത്രീയുമായി അപ്പോൾ കുടുംബം കലക്കി. ഇന്നലെ രാഹുൽ ഈശ്വർ പറയുകയാണ് 2 പേരുടെ ജീവിതം തകർത്തു ഈ യുവതിയെന്ന്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീയുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കണ്ടേ, ഞാനൊരു കുടുംബം തകർക്കാൻ പോകണമെന്ന്? വേറൊരു ആളുടെ ഭാര്യയുമായിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള സോക്കോൾഡ് ധാർമ്മികത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ലേ? അപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞു അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ആ വ്യാജം അത് കയ്യിൽ വെച്ചാൽ മതി. കാരണം അദ്ദേഹത്തിൻ്റേത് ഈ യുവതിയുമായിട്ടുള്ള ബന്ധം അന്നും ഇന്നും രഹസ്യമായ ബന്ധമാണ്. രഹസ്യമായ ബന്ധം എന്തുകൊണ്ടാണ്? വേറൊരാളുടെ ഭാര്യയുമായോ അല്ലെങ്കിൽ ഭർത്താവുമായോ ഉണ്ടാക്കുന്ന ബന്ധത്തിന് ആ തരത്തിലുള്ള സ്വഭാവം ഉണ്ടാവുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ യുവതിയുമായി പ്രണയത്തിലാണെന്നതിന് പേരിൽ നമ്മളെവിടെയും വേറെ കണ്ടില്ല. ഈ വിവാദം പുറത്തു വരുമ്പോഴേ അറിയുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒരു കുടുംബ ബന്ധത്തിലുണ്ടായിരിക്കുന്ന സ്ത്രീയുമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ബന്ധം തന്നെയാണ്. ആ ബന്ധത്തിൽ അദ്ദേഹം പരമാവധി ട്രസ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, പരമാവധി വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവർ തമ്മിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനകത്ത് റേപ്പ് എന്ന വാചകം എങ്ങനെ ഉപയോഗിക്കുമെന്ന മണ്ടൻ ചോദ്യമാണ് ഇന്നിപ്പോൾ ഇവരുടെ അഭിഭാഷകനായിട്ടുള്ള മനുഷ്യൻ ചോദിക്കുന്നത്. മാരിറ്റൽ റേപ്പ് പോലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ നാടാണ് ഈ പറയുന്ന ഇന്ത്യ. എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും ബന്ധത്തിലിരിക്കുമ്പോൾ ഭർത്താവിന് ഭാര്യയെ അവരുടെ സമ്മതമില്ലാതെ പ്രാപിക്കാൻ കഴിയില്ല, അത് റേപ്പായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുള്ള കോടതി പറഞ്ഞ് ലോ ഓഫ് ദ ലാൻഡായിട്ട് വന്നിട്ടുള്ള സംവിധാനം ഈ നാട്ടിലുണ്ട്. അപ്പോൾ രണ്ടുപേർ അവിഹിത ബന്ധത്തിൽ അല്ലെങ്കിൽ വിഹിത ബന്ധത്തിൽ നല്ല ബന്ധത്തിലിരിക്കുമ്പോൾ അവർ തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളെല്ലാം നിയമപരമാണ് എന്ന മണ്ടത്തരം ഇന്നിപ്പോൾ ഒരു അഭിഭാഷകൻ നമ്മുടെ ചർച്ചയിൽ നമ്മൾ ടെലിയെടുക്കും പറഞ്ഞു കേട്ടു. അങ്ങനെ പറ്റില്ലല്ലോ. നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാളെ ആക്രമിക്കാൻ പറ്റില്ല, അവരുടെ കൺസെൻ്റ് ഇല്ലാതെ അവരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല, അവരെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിനകത്തെ കേസ്. ആ കേസിന് രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയട്ടെ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു ഓഡിയോ നിങ്ങളുടെയാണോ? മറുപടി പറയാൻ തയ്യാറല്ല. അതെനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ വ്യക്തത വരുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സൗകര്യം ഇപ്പോഴും ആയിട്ടില്ല. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള മുൻകൂർ ജാമ്യ ഹർജിയിൽ അദ്ദേഹത്തിന് ഇവരുമായിട്ട് പരിചയം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതായി കാണുന്നു. അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഈ ഓഡിയോക്കാരുടെയാണ്. ഈ ഓഡിയോ എൻ്റേതല്ല എന്ന് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. ഈ വാട്സാപ്പ് ടെക്സ്റ്റ് ചാറ്റുകൾ എൻ്റെ അല്ല എന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകൻ സ്വീകരിക്കേണ്ട മാതൃക എന്താണോ ആ മാതൃക സ്വീകരിക്കാതിരിക്കുന്ന ഒരാളാണ്. ഈ ബന്ധം ഉണ്ടാക്കുന്നതിൻ്റെ പശ്ചാത്തലം എടുത്താൽ ഇദ്ദേഹം ആർക്കൊക്കെ എവിടെയൊക്കെ മെസ്സേജ് അയച്ച ആളുകളെ വലയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടല്ലേ. ആരുടെ എല്ലാം ഇൻബോക്സിൽ പോയിട്ടാണ് ഇദ്ദേഹം കുഴയാൻ നിൽക്കുന്നതെന്ന് ആളുകളെ. അപ്പോൾ നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കേരളത്തിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു യങ് ലീഡർ MLA യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് ആൾക്കാരെ വല വീശി പിടിക്കാൻ ഇറങ്ങി തിരിച്ച് അയക്ക് കുറേ കാര്യങ്ങൾ നേടാൻ പറ്റും. കുറേ ആളുകൾ ഒരുപക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടുമായിരിക്കും, പക്ഷേ അതിൽ വീണ് പോകുന്ന മനുഷ്യന്മാരുണ്ടാവും. കാരണം ഇത്രയും വലിയൊരു ഫിഗറാണ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ, കണ്ടിട്ടുള്ള സ്ക്രീൻഷോട്ട്സ് ഒക്കെ എടുത്താൽ ഇദ്ദേഹം ചൂണ്ടെറിയുന്ന ആളല്ല, വല എറിയുന്ന ആളാണ്. അതിൽ വീണുപോയിട്ടുള്ള പാവം മനുഷ്യരുണ്ടാവും. അതിൽപ്പെട്ട ഒരാളാവണം ഇവർ, സംശയമില്ല. അപ്പോൾ ആ കേസിൽ അദ്ദേഹത്തിന്, ഞാൻ വീണ്ടും പറയാൻ ശ്രമിക്കുന്ന കാര്യം, ഈ കേസിൽ അദ്ദേഹം എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. ഈ കേസ് പലതരത്തിൽ വാദിക്കപ്പെടാം, പലതരത്തിലുള്ള വിധി അതിനകത്തുണ്ടാവാം. പക്ഷെ ഇതിൽ കീപ്പ് ചെയ്യേണ്ട ഒരു മാന്യതയുണ്ട്. മനുഷ്യരുടെ ഇമോഷൻസിനെ ആക്രമിക്കുന്ന ഒരാൾ, ദുർബലരായ മനുഷ്യരോട് എനിക്ക് അവരെ പ്രഗ്നൻ്റ് ആക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം പറഞ്ഞു. പിന്നെ അത് ഗർഭചിത്രം നടത്തണം എന്നൊക്കെ പറയുന്നു. അത് അവരുടെ ഇമോഷൻസിനായിട്ട് പന്താടുന്ന പരിപാടിയാണ്. അതങ്ങനെയാണ് ഒരു മാതൃകാപരമാകുക, ധാർമ്മികമാകുന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. പിന്നെ ഇത് CPM പൊട്ടിച്ച ബോംബാണ് എന്ന് പറയുന്നതോടെ എനിക്ക് പറയാനുള്ളത്, CPM ആണ് ഇത് പൊട്ടിച്ചത്. ഇത് നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചെയ്ത കാര്യം ശരിയല്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് നിങ്ങൾ മാറിയിരിക്കണമെന്ന് പറഞ്ഞത്.
ആ മാറി നിൽക്കുക എന്ന വാക്ക് മീനിങ് ഫുള്ളായിട്ട് നടപ്പിലാക്കാൻ ഇവർക്ക് പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ വീണിട്ടുള്ള ഈ ബോംബ് പൊട്ടില്ലായിരുന്നു. ഇപ്പോൾ ചോദിച്ചാൽ പറയാം, ഞങ്ങൾ പുറത്താക്കിയ മനുഷ്യനെക്കുറിച്ച് എന്ത് വാർത്ത എന്നാൽ ഞങ്ങൾക്ക് എന്ത് കാര്യം? രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ തീരണം. അങ്ങനെ തീർക്കാൻ ഇവർക്ക് പറ്റാത്തതിൻ്റെ കാര്യം, പുറത്താക്കി എന്ന വാചകം പറഞ്ഞിട്ട്, സസ്പെൻഡ് ചെയ്തു എന്ന വാചകം പറഞ്ഞിട്ട് പിന്നെയും തന്ത്രപരമായി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ ഈ പാർട്ടി നേതാക്കളും അണികളും തന്നെ ശ്രമിച്ചു. മലയാളികളുടെ മുഖത്ത് നോക്കി പറ്റിക്കാൻ ഇവർ ശ്രമിച്ചു. പുറത്താക്കിയെന്ന് പറയുന്നു, അദ്ദേഹത്തിന് പാലക്കാട് സ്വീകരണം കിട്ടുന്നു, പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ അദ്ദേഹത്തെ കൊണ്ടുനടക്കുന്നു, പ്രാദേശിക ആഫീസുകളിൽ അദ്ദേഹം കയറുന്നു, അവിടെ അദ്ദേഹം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നു, വരുന്ന സ്ഥാനാർത്ഥികൾക്കെല്ലാം അദ്ദേഹം ത്രിവർണ്ണ ഷാൾ അണിയിക്കുന്നു. അദ്ദേഹം നിയമസഭാ സെഷൻ തുടങ്ങിയപ്പോൾ ആദ്യം വന്ന് ആദ്യത്തെ സെഷനിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവരുന്നു. ഒരൊറ്റ വാക്ക് ഈ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം പ്രാദേശിക നേതൃത്വത്തോട് ചോദിച്ചോ? സസ്പെൻഡ് ചെയ്ത് പുറത്തിരിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ടു നടക്കുന്നതിനാണ്? സ്ഥാനാർത്ഥികളുമായി വീട് കയറാൻ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് സ്ക്വാഡിനോട് ചോദിച്ചോ? എന്തിനാണ് പ്രാദേശിക ഓഫീസിൽ കയറ്റിക്കൊണ്ടുവന്ന് സ്ഥാനാർത്ഥികൾക്ക് മാല അണിയിച്ച് ദൃശ്യം പകർത്തി പ്രചരിപ്പിക്കുന്നതെന്ന് ചോദിച്ചോ? അല്ലെങ്കിൽ ഈ നിയമസഭയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിനോട് ചോദിക്കാനോ അയാൾക്കെതിരെ നടപടിയെടുക്കാനോ ഈ സംസ്ഥാന നേതൃത്വം തയ്യാറായോ? ഇല്ലല്ലോ. എന്ന് മാത്രവുമല്ല, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ നടപടിക്ക് വേണ്ടി വാശി പിടിച്ച വി.ഡി. സതീശനെ അടിക്കാൻ ഒരു വടിയാണിതെങ്കിൽ അടിക്കാം എന്ന മട്ടിൽ സീനിയർ ലീഡേഴ്സ് തന്നെ വന്നില്ല. UDF കൺവീനർ അടൂർ പ്രകാശ് അന്നും ഇന്നും സ്വീകരിച്ച സമീപനം എന്താണ്? അയാൾ നിയമസഭയിൽ വന്നോട്ടെ, അയാളെ ഇപ്പോഴും വർത്താനം പറഞ്ഞെന്താണ്? അയാളെ ഒരുതരം പാതിയിൽ പിന്തുണയ്ക്കുന്ന നിലയാണ്. അപ്പം നിങ്ങൾ ഇത്തരത്തിൽ കുഴപ്പക്കാരനായ ഒരു മനുഷ്യനെ പാതിയായിട്ടോ മുഴുവനായിട്ടോ കാലായിട്ടോ ഒക്കെ നിങ്ങൾ ചാരാൻ നിന്നാൽ, നിങ്ങൾ അയാളെ സംരക്ഷിക്കാൻ നിന്നാൽ വീഴുന്ന ബോംബിൻ്റെ ചീള് നിങ്ങളുടെ ദേഹത്ത് കൊള്ളും. അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കണം. നിങ്ങൾ അയാളെ മാറ്റി നിർത്തിയിട്ടില്ല, നിങ്ങൾ അയാളെ തന്ത്രപരമായി റീ എൻട്രിക്ക് ശ്രമിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ MLA ഓഫീസിൽ ഗാന്ധി ചിത്രം പോലീസ് സ്റ്റേഷനിൽ വെക്കുന്ന പോലെ വെച്ചിട്ടുള്ള ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ അയാളെ തിരികെ കൊണ്ടുവരാനുള്ള ആസൂത്രണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്കെതിരായിട്ട് ഉയർന്നു വരുന്ന ഇപ്പോൾ വന്നിട്ടുള്ള പരാതിയും ഇനി വരാൻ പോകുന്ന പരാതിയുടെ എല്ലാം ചെളി നിങ്ങളുടെ ദേഹത്ത് തെറിക്കും. നിങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടില്ല. അതിന് നിങ്ങൾ CPM എന്തിനാണ് പറയുന്നത്? CPM ആണോ ഈ പരാതി കൊണ്ടുവന്നത്? CPM ആണോ ഈ പരാതി എഴുതിയിരിക്കുന്നത്? അല്ലല്ലോ. പരാതി മുഖ്യമന്ത്രിയുടെ മുമ്പേ വന്നു, അന്വേഷിക്കാൻ പറയുന്നു, പോലീസ് FIR എടുക്കുന്നു, നടക്കട്ടെ. വി.ഡി. സതീശൻ പറയട്ടെ ഇദ്ദേഹത്തിനെതിരെ പരാതിയൊന്നും ഇല്ലയെന്ന്, ഈ ഒറ്റ പരാതിയേ ഉള്ളൂ എന്ന്, ഇനി ഒരു പരാതിയും വരില്ല എന്ന് കോൺഫിഡൻസോടെ പറയാൻ പ്രതിപക്ഷ നേതാവിന് പറ്റുമോ? ഈ പരാതി വന്നിരിക്കുന്നതെല്ലാം CPM-കാരുടെ ഭാഗത്തു നിന്നാണോ? ഈ പരാതി വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളുടെ മക്കൾ പരാതി കൊടുത്തിട്ടില്ലേ? കോൺഗ്രസിന് തന്നെ മൺമറഞ്ഞു പോയ നേതാക്കളുടെ മക്കൾ, ജീവിച്ചിരിക്കുന്ന നേതാക്കളുടെ മക്കൾ, കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകൾ. താര ടോജോ അലക്സ് ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആക്ഷേപം എന്താണ് നമ്മൾ കണ്ടതല്ലേ? പാർട്ടിക്കകത്ത് മറ്റ് സാധാരണ വിവാദങ്ങൾ പോലെ പുറത്തു നിന്നുള്ള ആളുകൾ രാഷ്ട്രീയ വിരോധം കൊണ്ട് ആക്ഷേപം ഉന്നയിക്കുന്നില്ല. അകത്തു നിന്നുള്ള ആളുകളുടെ പരാതികൾ പോലും ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തെ വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല എന്ന് ഒരു കൂട്ടം നേതാക്കൾക്ക് തീരുമാനിക്കേണ്ടി വന്നത്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ഒരു തെരഞ്ഞെടുപ്പ് വർഷം ഇമാതിരി വഷളത്തരം കയ്യിലുള്ള ആൾക്കാരെ തന്ത്രപരമായി തിരികെ കൊണ്ടുവന്ന് പ്രധാന കസേരയിൽ ഇരുത്താം എന്നിവർ വിചാരിച്ചു. മലയാളി മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത് നിങ്ങൾക്കിനെ തന്ത്രത്തിൽ കൊണ്ടുവരാൻ. കാരണം ഒരു ഹാബിച്വൽ ഒഫൻഡർ, നേരത്തെ നൗഫൽ പറഞ്ഞവരെ, നിരന്തരമായി കുഴപ്പം കയ്യിലുള്ള ഒരാളെ നിങ്ങൾ കൊണ്ടുകിടന്നാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കുഴിബോംബുകൾ പോലെ അത് പൊട്ടും. നിങ്ങൾക്ക് ഇപ്പോഴും ചെയ്യാനുള്ള കാര്യം പൂർണ്ണമായും തള്ളിപ്പറയേണ്ട സന്ദർഭത്തിൽ പൂർണ്ണമായും തള്ളിക്കളയുക, അഗ്നിശുദ്ധി വരുത്തുക, അല്ലെങ്കിൽ കോടതിയിൽ പോയി വിജയിക്കുക. അതൊക്കെ അയാളുടെ മാത്രം ഉത്തരവാദിത്തമാക്കി മാറ്റാൻ കഴിയണം. അല്ല, ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ആര്? വി.ഡി. സതീശനാണ് പുറത്താക്കി സതീശനെ തെറിവിളിക്കാൻ, സതീശനെതിരായിട്ട് വീഡിയോകൾ ചെയ്യാൻ. ഇപ്പോഴും പെയ്ഡ് യൂട്യൂബർമാർ ഈ കോൺഗ്രസ് നേതൃത്വം തെറി പറയുകയും ഇദ്ദേഹത്തെ ന്യായീകരിക്കുകയും ചെയ്ത് രംഗത്ത് വരുന്നുണ്ട്. അതിന് പിന്നെ പ്രവർത്തിക്കുന്ന ആരാണ്? ഒരൊറ്റ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണോ? ഒരിക്കലും അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വരുന്ന വാദത്തിന് വിവാദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും കോൺഗ്രസിന് സ്വാഭാവികമായിട്ട് ഉത്തരവാദിത്വം വരുന്നത് അവരുടെ തന്നെ സ്വയംകൃതാനർത്ഥമാണ്. അതുകൊണ്ട് ഇത് CPM പൊട്ടിച്ചെങ്കിൽ എന്താ, പൊട്ടിക്കാതെ ദേഹത്ത് തട്ടാതിരിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടു നടന്ന ഒരാളെ കൊണ്ടുനടന്നെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. ഇനി വരുന്ന പരാതികൾ നിങ്ങൾക്കത് കേൾക്കേണ്ടി വരും. അതിനകത്ത് യുവതിയെ ആക്ഷേപിക്കുക, അവിഹിത ബന്ധമല്ലേ, ഭർത്താവ് ഉണ്ടായിരുന്നു, ഇങ്ങനെ പാതി വേവിച്ചതുമല്ലാത്തതുമായ കള്ളങ്ങൾ പറയുക എന്ന് നിങ്ങൾ വലിയ ധാർമ്മികത പറഞ്ഞവരല്ലേ? അങ്ങനെയാണെങ്കിൽ ഭർത്താവുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് രഹസ്യമായി അവരുമായി ബന്ധം ഉണ്ടാക്കുന്ന നിങ്ങളുടെ നേതാവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ പിന്തുണക്കാർ അത് ഉത്തരം പറയട്ടെ. അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇന്ത്യയിൽ ഒരു നിയമം അനുവദിക്കുന്നില്ല എന്ന് അയാളെ പിന്തുണയ്ക്കുന്ന വഷളൻ വക്കീലുമാർ പറയട്ടെ. ഈ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് ഊരാൻ പറ്റില്ല. നിങ്ങൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യന്മാരെ കൂടെ നിർത്തിയിട്ട് വർത്തമാനം പറഞ്ഞ് ജയിക്കാമെന്ന് വിചാരിക്കരുത്. അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ കൃത്യമായിട്ടുള്ള പൊസിഷൻ പറഞ്ഞു. പാർട്ടിയേക്കാൾ വലിയ ആളാണ് ഞാൻ, ഗ്രൗണ്ടിൽ ജനങ്ങൾ മുഴുവൻ എൻ്റെ കൂടെയാണ് എന്ന് പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരുത്തിൻ്റെ മുമ്പിൽ പതറിപ്പോയതിൻ്റെ ദുരന്തമാണിത്. യെസ്, അതിൽ കൂടുതലൊന്നും ഇനി പറയാനില്ല.